സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ചികിത്സ ഉപേക്ഷിച്ച് ചികിത്സകൾക്കായി എംഎൽഎമാർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നുവെന്ന് വിവരാവകാശ രേഖ. 4.5 കോടി രൂപയാണ് കഴിഞ്ഞ 4 വർഷത്തിനിടെ എംഎൽഎമാർ ചികിത്സയ്ക്കായി കൈപ്പറ്റിയത്. അതേസമയം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചികിത്സാ ചെലവിന്റെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായില്ല. 1/5/2011 മുതൽ 3/4/2015 വരെയുള്ള കാലയളവിൽ വിദേശ രാജ്യങ്ങളിലെ അടക്കം സ്വകാര്യ ആശുപത്രികളിൽ നടത്തിയ ചികിത്സാ ചെലവിനത്തിൽ 4,26,11,825 രൂപ എംഎൽഎമാർ കൈപ്പറ്റിയതായാണ് വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. 1,93,00,000 രൂപ കൈപ്പറ്റിയ തോമസ് ചാണ്ടിയാണ് ഈ പട്ടികയിൽ മുമ്പൻ. സി ദിവാകരൻ എംഎൽഎ 12 ലക്ഷം രൂപയും CF തോമസ് 6 ലക്ഷം രൂപയും തേറമ്പിൽ രാമകൃഷ്ണൻ 4 ലക്ഷം രൂപയും സ്വകാര്യ ആശുപത്രികളിൽ നടത്തിയ ചികിത്സാ ഇനത്തിൽ കൈപ്പറ്റി. സർക്കാർ ആശുപത്രികളിൽ എംഎൽഎമാർക്കും ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എന്നിവർക്കും സൗജന്യ ചികിത്സ ലഭ്യമാണ്. സ്വന്തം ജീവിതം സംരക്ഷിക്കുവാനുള്ള താൽപര്യമാകാം സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ചികിത്സയോട് എംഎൽഎമാർ മുഖം തിരിക്കുന്നതിന് കാരണമെന്ന് വിവരാവകാശ പ്രവർത്തകൻ DB ബിനു പറഞ്ഞു. അപ്പോൾ ഇവർക്ക് തന്നെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി അവർ പുറത്തേക്ക് പോകുന്നതെന്ന് നിയമസഭാംഗങ്ങൾ തന്നെ മറുപടി പറയേണ്ടതാണ്. എന്നാൽ ഈ നിയമസഭയിലെ 8 അംഗങ്ങൾ ചികിത്സാനുകൂല്യങ്ങളായി 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുണ്ട്. സി മമ്മൂട്ടി, P ഉബൈദുള്ള, N ഷംസുദ്ദീൻ, KM ഷാജി, P കൃഷ്ണൻ, K അച്യുതൻ, TA അഹമ്മദ് കബീർ, അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി എന്നീ എംഎൽഎമാരാണ് ആനുകൂല്യം കൈപ്പറ്റാത്തവർ. റിപ്പോർട്ടർ, കൊച്ചി.